നമസ്കാരം. ശ്രീകലാ ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ചിത്രകേതുവിന് പാർവതിയുടെ ശാപം എന്നതിനെക്കുറിച്ചാണ്. ആദിശേഷമൂർത്തിയുടെ അനുഗ്രഹത്താൽ ചിത്രകേതു മഹായോഗീശ്വരനായി ഭവിച്ചു. ആ രാജർഷിയുടെ ആത്മബലവും ഇന്ദ്രിയ ജയവും അത്ഭുതാവഹമായിരുന്നു. ഋഷികളും സിദ്ധന്മാരും ചിത്രകേതുവിന്റെ പ്രഭാവത്തെ വളരെയധികം പ്രശംസിച്ചു. പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനും ചിത്രകേതുവിനെ ശ്രീകൃഷ്ണപാദങ്ങളിൽ നിന്നും ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത്രത്തോളം ദൃഢനിഷ്ഠനായ ഭക്തനുള്ള അപാര വാത്സല്യത്താൽ ഭഗവാൻ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു ദിവ്യ വിമാനം നൽകി. ചിത്രകേതു അതിലിരുന്ന് അനേകം വിദ്യാധരികളെ കൊണ്ട് ഹരികീർത്തനം ചെയ്യിച്ച് അന്തരീക്ഷത്തെ പാവനമാക്കിക്കൊണ്ട് ലോകമെങ്ങും സഞ്ചരിച്ചു. ആ കൂട്ടത്തിൽ കൈലാസത്തിലും ചെന്നു. അവിടെ ശ്രീ പരമേശ്വരന്റെ സന്നിധിയിൽ ദേവന്മാരും മഹർഷിമാരും നിറഞ്ഞിരുന്നു. മധ്യത്തിൽ ദിവ്യാസനത്തിൽ ശ്രീശങ്കരൻ ശ്രീ പാർവതിയെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നു. പുരോഭാഗത്ത് ശ്രീ നാരദ യോഗികൾ വിനയങ്ങളോടുകൂടിയിരുന്നു. ശ്രീ ഭഗവാൻ അവർക്ക് ആത്മതത്വോപദേശം ചെയ്തുകൊണ്ടിരുന്നു. ചിത്രകേതു വിമാനത്തിലിരുന്നു കൊണ്ട് അത് കണ്ട് ഉച്ചത്തിൽ ഹസിച്ചുകൊണ്ട് പറഞ്ഞു, കേട്ടോ, ഇദ്ദേഹം ലോകഗുരുവാണ്. സകലന്മാർക്കും ധർമ്മത്തെ ഉപദേശിക്കുന്ന മഹാപുരുഷനാണ്. എന്നിട്ടോ നിറഞ്ഞ സഭാമധ്യത്തിൽ ഭാര്യയോട് ചേർന്നിരിക്കുന്നു. ജടാധാരിയായി തീവ്ര തപസ്വിയായി ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നു. അതേസമയം പ്രാകൃതനെ പോലെ നിർലജ്ജനായി സ്ത്രീയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു വിരോധാഭാസം! പ്രാകൃത ജനങ്ങൾ പോലും ഇത്ര ലജ്ജഹീനരല്ല. അവർ ഏകാന്തതയിൽ മാത്രമേ സ്ത്രീയെ സ്പർശിക്കുകയുള്ളൂ. ഈ ദേവന്റെ ചേഷ്ടകൾ വിചിത്രം തന്നെ. ഹരിദാസനും മഹാസ്വാത്വികമായ ചിത്രകേതുവിനെ ജഗദ്ഗുരുവായ സർവേശ്വരനെ അകാരണമായി ഇപ്രകാരം നിന്ദിക്കാൻ പ്രേരിപ്പിച്ച പ്രാരബ്ധത്തിന് ശക്തി എന്തെന്ന് പറയട്ടെ. ശ്രീശങ്കരൻ അത് കേട്ടിട്ടും ചിരിച്ചുകൊണ്ട് മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. സദസ്യരും ഭഗവാനെ അനുകരിച്ച് മൗനം പാലിച്ചു. എന്നാൽ ലോകമാതാവിന് ഈ നിന്ദാ പ്രസംഗം കേട്ടുകൊണ്ട് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ നാഥൻ സർവസ്വതന്ത്രനും പ്രപഞ്ചാതീതനുമായ മഹേശ്വരനാണ്. അതറിയാൻ കഴിയാത്ത ഇവൻ എവിടെ നിന്നോ വന്ന് എന്തെല്ലാം അശോഭനങ്ങളായ വാക്കുകളാണ് പറഞ്ഞത്. താൻ ജിതേന്ദ്രിയാണെന്ന് അഹങ്കരിച്ചുകൊണ്ട് സർവേശ്വരനെ പോലും നിന്ദിക്കാൻ ഇവനെ അല്പം ശിക്ഷിക്കുക തന്നെ വേണം എന്നിങ്ങനെ നിശ്ചയിച്ച് ജഗദാംബിക പറഞ്ഞു, ഓ, ഞങ്ങളെല്ലാം ലജ്ജയില്ലാത്തവർ. ഞങ്ങളെ അടക്കി നിലക്കി നിർത്തുവാനുള്ള അധികാരി ഇപ്പോൾ ഇവൻ തന്നെയോ? ഇത്രകാലം എങ്ങനെയൊരു മേധാവിയില്ലാതെ ലോകം വിഷമിക്കുകയായിരുന്നു. സാക്ഷാത് ബ്രഹ്മദേവനും സനകാദി യോഗീശ്വരന്മാരും നാരദാദി ഋഷീശ്വരന്മാരും ശ്രീ പരമേശ്വരനിൽ ദോഷം കണ്ടില്ല. അവർക്കാർക്കും ധർമ്മം അറിഞ്ഞുകൂടുന്നു. ഇവൻ മാത്രം ഒരു അരുവാളി ഞങ്ങളെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. യാതൊരുവന്റെ പാതാരിവിന്ദത്തെ ലോകേശ്വരന്മാർ പോലും അനവരതം വന്ദിക്കുന്നുവോ? യാതൊരുവൻ മംഗളങ്ങൾക്കെല്ലാം മംഗളമാണോ? അങ്ങനെയുള്ള സർവലോക ഗുരുവായ ഭഗവാനെ വിമർശിക്കാൻ പുറപ്പെട്ട ഈ ധിക്കാരിക്ക് ശിക്ഷ അർഹിക്കുന്നു. സംശയമില്ല, ഇവൻ കൃഷ്ണഭക്തനാണെന്ന് നടിക്കുന്നു. തിദീക്ഷയും വിനയവും മഹാത്മാക്കളിൽ ആദരവുമാണ് ഹരിദാസന്റെ ലക്ഷണം. ഈശ്വരനെ പഴിക്കുന്ന ഈ അഹങ്കാരി എങ്ങനെ ഹരിദാസനാകും? എടാ ദുർബുദ്ധിയായ കുഞ്ഞെ, നീ ഇനി ഇതുപോലെ മഹാനിന്ദ ചെയ്യാൻ ഇടവരരുത്. ഇപ്പോൾ പാപികൾക്കുള്ളതായ അസുരയോനിയിൽ പോയി ജനിക്കുക. ലോകമാതാവിന്റെ ഈ വാക്കുകളെ ചിത്രകേതു കേട്ടു. പ്രാരബ്ധത്തിന്റെ ശക്തിയെ ഓർത്തൊന്ന് മന്ദഹസിച്ചു. വിമാനത്തിൽ നിന്നിറങ്ങി ദേവിയുടെ പാദമൂലങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആക്ഷോഭനായി സാവധാനത്തിൽ പറഞ്ഞു, ജഗജനനി, നിന്തിരുവടിയുടെ ശാപത്തെ ഇവർ വിനയപൂർവ്വം 2 കൈകളാലും സ്വീകരിച്ചുകൊണ്ടുള്ളു. ലോകനാഥൻ ആരെയും വൃഥാ ശപിക്കുകയില്ല. പ്രാണികൾക്ക് പൂർവകർമ്മങ്ങൾ മൂലം അവകാശപ്പെട്ട സത്ഫലങ്ങളെ അനുഗ്രഹ രൂപത്തിലും ചീത്തഫലങ്ങളെ ശാപരൂപത്തിലും സമ്പാദിക്കുകയാണ്. മഹാത്മാക്കളെ ഒരിക്കലും അപമാനിച്ചിട്ടില്ലാത്ത ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതും നിന്തിരുവടി ശപിച്ചതും അതിനു തക്കവണ്ണം ഞാൻ മുമ്പ് അസത്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ശാപവും വാസ്തവത്തിൽ അനുഗ്രഹം തന്നെ. തന്മൂലം കർമ്മദോഷം തീർന്ന് ശീഘ്രം ഭഗവത് പദം പ്രാപിക്കുമല്ലോ. സുഖദുഃഖങ്ങൾ സംസാരത്തിന്റെ സ്വഭാവമാണ്. അതിൽ സന്തോഷത്തിനും സന്താപത്തിനും അവകാശമില്ല. എൻ്റെ പരിശ്രമം കൊണ്ടാണ് സുഖം ലഭിക്കുന്നത്, ശത്രുവിന്റെ ദോഷം കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുന്നത് മൂർഖതയാണ്. ഇവിടെ കാണുന്ന സുഖദുഃഖങ്ങളൊന്നും തന്നെ വാസ്തവമല്ല. ഇല്ലാത്ത വസ്തുവിൽ എന്ത് ശാപം, എന്ത് അനുഗ്രഹം, എന്ത് സുഖം, എന്ത് ദുഃഖം, എല്ലാം മിഥ്യ. ഭഗവാൻ മാത്രമാണ് സത്യം. ഭഗവാന്റെ ഈ പ്രപഞ്ചലീല ജീവിത അനുഗ്രഹത്തിനായിട്ട് മാത്രമാണ്. ഭഗവാന് പ്രിയനോ അപ്രിയനോ ഇല്ല. അതുകൊണ്ട് എൻ്റെ
ഫലമായുണ്ടായ ശാപത്തെ സസന്തോഷം സ്വീകരിച്ചുകൊള്ളുന്നു. ശാപമോക്ഷത്തെ അപേക്ഷിക്കുന്നുമില്ല. എന്നാൽ ജഗത് മാതാവായ തന്തിരുവടിയെ ഞാൻ പരിഭവിക്കും പാടില്ല. അതിനാൽ മാതാവേ, ഞാനിതാ ക്ഷമയാചിക്കുന്നു. എൻ്റെ കുറ്റത്തെ കരുണാസമുദ്രമായ അമ്മ പൊറുക്കണം. ഇത്രയും പറഞ്ഞ് ഉമാമഹേശ്വരന്മാരെ വന്ദിച്ച് പ്രസാദിപ്പിച്ചു. എല്ലാവരും വിസ്മയിച്ച് നോക്കിയിരിക്കവേ ഒന്നും വിശേഷ വിധിയായി സംഭവിക്കാത്ത മട്ട് നിർവികാരനായി വിമാനത്തിൽ കയറി യാത്ര തുടർന്നു. ഭഗവാൻ മഹാദേവൻ ഉമാദേവിയോട് അരുളി ചെയ്തു, പ്രിയേ, ഹരിദാസന്മാരുടെ പ്രഭാവം നീ കണ്ടില്ലേ? നീ ശ്രീനാരായണദാസന്മാർ ഒന്നുകൊണ്ടും ഭയപ്പെടുകയില്ല. സ്വർഗവും നരകവും ബന്ധുവും മോക്ഷവും എല്ലാം അവർക്ക് തുല്യമാണ്. സുഖദുഃഖാദികൾ ധർമ്മങ്ങളാണ്. ആത്മാവിന് ഇവയൊന്നുമില്ല. ശ്രീ വാസുദേവനിൽ അചഞ്ചല ഭക്തിയും തന്മൂലം ജ്ഞാനവൈരാഗ്യങ്ങളും ഉണ്ടായാൽ മാത്രമേ ദേഹാത്മഭ്രമം തീരുകയുള്ളൂ. ചിത്രകേതു ഭഗവാന്റെ പ്രിയഭക്തനാണ്. മഹാഭാഗനും സർവത്ര സമദർശിയുമാണ്. ഞാനും അച്യുതന്റെ പ്രിയനാണ്. അത്തരം മഹാത്മാക്കളെ ഒരു കാരണവശാലും ശപിക്കരുതാത്താണ്. പ്രതിശാപം ചെയ്യാനും അവർ ശക്തരാണ്. പക്ഷേ നാരായണ ഭൃത്യന്മാർ സർവഭൂത സുഹൃത്തുക്കളായതിനാൽ ആർക്കും അപ്രിയം ചെയ്യുന്നവരല്ല. ഇതിനെ ശ്രദ്ധിച്ചു കേട്ട ദേവി മുമ്പ് അല്പമെങ്കിലും കോപം തോന്നിയതിനെ ഉപേക്ഷിച്ചു. ഈ ചിത്രകേതുവാണ് വൃത്രാസുരനായി ജനിച്ചത്. അസുരന്റെ പ്രവൃത്തികളെ തന്നെ പ്രാരബ്ധവശാൽ ചെയ്തു. എങ്കിലും അരക്ഷണം പ്രിയ ഭഗവാനെ മറന്നില്ല. ഭഗവാനും പ്രിയഭക്തനെ ഒരിക്കലും പിരിഞ്ഞിരുന്നില്ല. പ്രാരബ്ധ ശരീരം പതിപ്പിച്ചപ്പോൾ ഭക്തവത്സലൻ ഭക്തനെ തന്നോട് ചേർത്ത് നിർത്തി അനുഗ്രഹിച്ചു. കൃഷ്ണന്റെ മാഹാത്മ്യത്തെ വ്യക്തമാക്കുന്ന ഈ പുണ്യ ഇതിഹാസത്തെ ശ്രദ്ധാപൂർവം പ്രാതകാലത്തിൽ പഠിക്കുന്നവനും കേൾക്കുന്നവനും കർമ്മമുക്തനായി ശ്രീഹരിയുടെ പരമപാദത്തെ അനായാസേന പ്രാപിക്കും. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ശ്രീകലാ ഗണേഷ് യൂട്യൂബ് ചാനൽ കാണുക. നന്ദി, നമസ്കാരം.